എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എനിക്ക് എല്ലാവരും തിരളിയിരുന്ന് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി തിരളി കിട്ടണമെന്ന് തോന്നി. അങ്ങനെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ തിരളി മരമുണ്ട്. അപ്പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒത്തിരി താമസിച്ചു പോയി. അപ്പോൾ ആ ഇല വെച്ച് ഞാൻ ഇന്നൊരു തിരളി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഒരു അമ്മയ്ക്കുള്ള ഒരു സമർപ്പണമായിട്ട് കണക്കാക്കാം. ഇന്നലെ ഞാൻ എല്ലാം എടുത്തതിൻ്റെ എല്ലാം ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊരു തിരളി റെസിപ്പി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ പൊങ്കാലയൊക്കെ ഇട്ട് നല്ല ഇതായിരുന്നു. നല്ല രീതിയിൽ സമർപ്പിക്കാൻ പറ്റി. വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ അന്നേരം എനിക്കൊരു കവിത പോലൊക്കെ വന്ന് അതൊക്കെ ഞാൻ പാടി ഇവിടെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. ഓക്കെ. ഒരു കവിതയുടെ കണക്ക് ഒന്ന് കുറിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ 2-3 വരികൾ എഴുതി വെച്ചതാണ് കേട്ടോ. അത് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ പാത്രങ്ങളൊക്കെയും തേച്ചു വെച്ചു. അരിയും ശർക്കര മുന്തിരി ഏലക്ക തേങ്ങയും നെയ്യും പേടിച്ചു വെച്ചു. ഗണപതിക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഭക്തിയോടെ തുമ്പിലയിൽ വച്ചു. കത്തിച്ചു വെച്ച നിലവിളക്കിൻ മുമ്പിൽ ഭക്തിയോടമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചു. ഭക്തിയോടാറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ചു. ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വിളക്കൊക്കെ തേച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ തോന്നി. 2-3 വരി ചുമ്മാ അന്നേരം ഒന്ന് കുറിച്ചതാണ്. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് തെരളിയുടെ റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ, എല്ലാവർക്കും നല്ലതൊരു ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നല്ലോ. ഇന്നലെ എനിക്ക് ഇല കിട്ടിയപ്പോൾ താമസിച്ചു പോയി. അപ്പം ഞാൻ വിചാരിച്ച് ആ ഇല എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി. പിന്നെ ഞാൻ തിരളി ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ആ ഇല ഇച്ചിരി ഒന്ന് വാടി. അപ്പോൾ ഇത് വെച്ച് ഇന്നൊരു തിരളിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, കുറച്ച് ശർക്കര പായസം ഇട്ടതിൻ്റെ ബാക്കി ശർക്കര ഇരിപ്പുണ്ട്. അത് ഉരുക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ ഞാൻ സാധാരണ ഇങ്ങനെ ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വെച്ചത് തീർന്നു പോയി. അപ്പോൾ നമുക്ക് തിരളി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇടാം. ഞാൻ എന്താണ്ട് ഇതിന് 250 ml 1 കപ്പ് ഗോതമ്പ് മാവ് ഇടുകയാണ് കേട്ടോ. അരിപ്പൊടി 1 കപ്പ് ഇടും. ഒരു നുള്ളു ഉപ്പ് പൊടി ഇടുന്നു. നമുക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ശർക്കര ഒഴിച്ച് മാവ് നേടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കോപ്പ തേങ്ങ ഇടുന്നുണ്ട്. 1 മുറി തേങ്ങ ഇടുന്നുണ്ട്. കുറച്ച് തേങ്ങ കൂടി ഇതിനകത്തുണ്ട്. ഏലക്കപ്പൊടി 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. പഴമൊക്കെ ചേർത്താണ് എല്ലാവരും ആക്കുന്നത്. പഴം ചേർത്ത് ഇരിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പഴം ചേർക്കത്തില്ല. സ്വല്പം നെയ്യും കൂടെ ചേർക്കാം.
എവിടെയിട്ട് മാവ് എവിടെ വെച്ച് തിരളി വിഴുങ്ങാനുള്ള ഇഡ്ഡലി പാത്രം അവിടെ അടുപ്പിലോട്ട് വെച്ച് അതിനകത്തൊരു തട്ടും വെച്ച് വെള്ളം ഇവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഇനി നമുക്ക് പരത്തി തുടങ്ങാം. അപ്പം നമുക്ക് തിരളി ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിതെങ്ങനെ ഇലയിട്ട് ഇന്നലെ നല്ല ഫ്രഷായിട്ട് ഇരുന്നതായിരുന്നു. നമുക്ക് കുമ്പിൾ കിട്ടാനായിട്ട് ഈർക്കലൊന്നും വേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇലയെടുത്ത് മടക്കിയിട്ട് ആ തുമ്പ് വശം പുറത്ത് വന്നിട്ട് അത് അകത്തോട്ട് മടക്കി വെച്ചിട്ട്, എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ അറിഞ്ഞുകൂടാത്ത പേർക്ക് വേണ്ടി പറഞ്ഞില്ല, ഇങ്ങനെ നമ്മൾ ഐസ്ക്രീം കപ്പ് പോലെ കണ്ട. അപ്പോൾ നമുക്ക് ഈർക്കലില്ലാതെ തന്നെ ഇങ്ങനെ, പണ്ട് ഈർക്കലൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി കുത്തിയാക്കും. അപ്പോൾ ഈർക്കലില്ലാതെ തന്നെ നമുക്ക് തിരളി പിടിക്കാം. ഓക്കെ, നമുക്ക് അടുത്തേക്ക് ചെറിയ ഇലകളൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ വേഗം എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും. വീണ്ടും ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. നമ്മളിങ്ങനെ കുമ്പിൾ കുത്തുന്ന ആ തുമ്പ് വശം അകത്തോട്ട് മടക്കുന്നു. അരി മാത്രം ചേർത്ത ചിലരൊക്കെ ഉണ്ടാക്കുന്നത്, ഞാൻ ഇച്ചിരി ഗോതമ്പും കൂടെ ചേർത്ത് കാണുന്നു. ഇനി നമുക്കിത് ഇങ്ങനെ ഇല എടുത്തിട്ട് ഒരു ചെറിയ ഇല തുമ്പ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അകത്ത് വെച്ചിട്ട് മടക്കണം. മടക്കിയിട്ട് ആ ഇലയുടെ മുകളിൽ നമ്മൾ ഉരുണ്ടയും കൂടെ വയ്ക്കും. വലിയ ഇലയൊക്കെ വെച്ച് അങ്ങനെ ആക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഇതിൻ്റെ തണ്ടുണ്ടല്ലോ, ആ തണ്ട് ഇതിനകത്തോട്ട് കുത്തി നടക്കണം. അപ്പോൾ ഈർക്കൽ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇച്ചിരി കൂടി ഇതിനകത്ത് നിറയും. ഇങ്ങനെ ശരി. ഇനി ഇതെല്ലാം കൂടെ പരത്തി വെച്ചിട്ട് കാണിക്കാമെന്നല്ലേ, കുറച്ചാക്കി വെച്ച് നമ്മൾ വേണ്ട എല്ലാം തിരളി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ചിലർക്കൊക്കെ അറിയത്തില്ലല്ലേ, ഈർക്കലില്ലാതെ തന്നെ കുമ്പിൾ കുത്താൻ അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. ആർക്കും ഒന്നും തോന്നരുതും, എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു, എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇഡ്ഡലി കുട്ടത്തിൽ വെള്ളം വരുന്നതിനകത്തോട്ട് ഇടാം. ഓക്കെ, നമ്മുടെ വെള്ളവനെന്ന് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചു. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വേവിക്കേണ്ടി വരും. ഓക്കെ, നമുക്കത് അടച്ച് വയ്ക്കാം. ഓക്കെ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓ, എന്ത് കുറച്ചും കൂടെ കിടക്കട്ടെ. ഓക്കെ, ഇപ്പം നമ്മളുടെ തിരളിയൊക്കെ ഇങ്ങനെ അടുപ്പേ കിടന്ന് വേവുന്നു. ഇപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ ആങ്ങളയുടെ മോളുടെ ഒരു അരങ്ങേറ്റം കൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ ചേർക്കും. കാരണം ഉളിയക്കോവിൽ, ഞങ്ങളുടെ ഇവിടുത്തെ ഉളിയക്കോവിൽ, അതായത് ഞങ്ങളുടെ കൊല്ലത്ത് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ഉളിയക്കോവിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ പണ്ടേ ഭയങ്കര പുരാതനമായിട്ടൊരു ക്ഷേത്രമാണ്. കൊച്ചിലെ ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ താലപ്പൊലിയൊക്കെ പോകുമായിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളമാരൊക്കെ ഈ ഇതൊക്കെ ഉണ്ടല്ലേ, വീശിയൊക്കെ ചെയ്യുമായിരുന്നു. എന്തോ അത് പറയാൻ മറന്നു, തീപ്പന്തമൊക്കെ വെച്ച് ഇങ്ങനെ കറക്കുക. അങ്ങനെയൊക്കെ എൻ്റെ ആങ്ങളമാരൊക്കെ അതിനകത്ത് പങ്കെടുക്കും. ഞങ്ങളെ വീട്ടിൽ നിന്നായിരുന്നു ഈ താലപ്പൊലിയൊക്കെ പോകുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു വലിയ ഗമയായിരുന്നു നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരു കേസും വഴക്കുമായിട്ട് അമ്പലം കുറേ പുതുക്കി പണിയാണ്. നല്ല രീതിയിൽ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 മാസത്തിനകം അതിൻ്റെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളൊക്കെ നടക്കും. നല്ലൊരു ക്ഷേത്രമാണ്, ഒരു ശക്തിയുള്ളൊരു ക്ഷേത്രമാണ് ഞങ്ങളുടെ
പുളിയക്കോവിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കെല്ലാം നമുക്ക് സിദ്ധിച്ചുകൊണ്ടിരിക്കുക. ആറ്റുകാലമ്മ അതേ കണക്കൊരു ശക്തി മയ്യായ ഒരു ദേവിയാണ് ഞങ്ങളുടെ പുളിയക്കോവിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. അവിടെ വെച്ചാണ് എൻ്റെ ഇപ്പം അവിടുത്തെ പിന്നെ ഉത്സവമൊന്നുമില്ല. അപ്പം ആ ഉത്സവ ദിനത്തിൽ ചെറിയ കലാപരിപാടികളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. അതിൽ ഒരു പരിപാടിയാണ് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അരങ്ങേറ്റം. അപ്പോൾ ആങ്ങളുടെ മോൻ്റെ മോളെ അരങ്ങേറ്റം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്ദി. ഫാഷൻ രംഗത്തെ ട്രെൻഡുകളും രീതികളുടെ മാറ്റിപ്പടിയ ആരാധകരുടെ ഇഷ്ടതാരങ്ങളോ ഇതാണ് എൻ്റെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എൻ്റെ രണ്ടാമത്തെ അണ്ണൻ്റെ വൈഫ്. വലിയ വസന്തയല്ല, കൊച്ചു വസന്ത. ഇതെൻ്റെ അണ്ണൻ്റെ മോൻ അനൂപ്, അനികവാവ, അൻവി. ഇത് അണ്ണൻ്റെ മരുമോള് മഞ്ജു. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ആരെയും കേട്ടോ. ഇതൊരു മതിലെ അരങ്ങേറ്റമാണ്. ആങ്ങളയിൽ മോൻ്റെ മകൾ. ഹായ് അനിക, ഹായ് അൻവിക, അൻവി, അൻവി. ആ അങ്ങോട്ട് നിന്നോ, ശരി അങ്ങോട്ട് നിന്നോ. ലോക്കൽ